നമസ്കാരം. ഇപ്പം ഞാൻ പിടിപ്പഴി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണുള്ളത്. 3-ാം ദിവസത്തെ ഉത്സവമാണ്. ആ ഉത്സവ പരിപാടിയിലെ ഒരു പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീമതി സരിത അയ്യർ ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഏറ്റുമാനൂർ ഗുരുവായൂരപ്പൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ടീച്ചറോട് 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. ടീച്ചറെ നമസ്കാരം. ഇന്നത്തെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥയാണുള്ളത്. അമ്മ അച്ഛൻ എന്ന രീതിയിലുള്ള ഒരു ബഹുമാനമില്ല, ഗുരുക്കന്മാർ എന്ന രീതിയിലൊരു ബഹുമാനമില്ല. എന്താണ് കുഞ്ഞുങ്ങളോട് ടീച്ചർക്ക് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, എന്നാണോ നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളിൽ നിന്ന് അകന്നു പോയത്, അന്നാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കാൻ തുടങ്ങിയത്. അപ്പം അതിന് വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികളോട് സന്ധ്യയ്ക്ക് നാമം ചൊല്ലാനായിട്ട് പറയാറുണ്ട്. പക്ഷെ ഇപ്പം നമ്മളുടെ കുട്ടികൾക്ക് പലപ്പോഴും ഇതൊക്കെ വലിയ ആവശ്യമുള്ള കാര്യമാണോ, ഈ വൈകുന്നേരം കുറച്ചു നേരം പൂജാമുറിയിൽ ഇങ്ങനെ പോയി ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ് എന്നുള്ളതാണ്. ഇതിന് പല പല മാനങ്ങളുള്ള ഒരു കാര്യമാണ്. നമ്മളിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കുട്ടികൾക്ക് എവിടെയെങ്കിലും ഒന്ന് അടങ്ങിയിരിക്കാൻ ഇന്ന് ബുദ്ധിമുട്ടാണ്. അവർ വീഡിയോ ഗെയിമിൻ്റെ കാലമാണ്, എല്ലാം വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒന്ന് വന്ന് ഇരിക്കുമ്പോൾ, എവിടെയെങ്കിലും ഇപ്പോൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ പോലും കാറിലൊന്ന് അടങ്ങിയിരിക്കാനോ വെളിയിലത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനോ അവർക്ക് പറ്റുന്നില്ല. നേരെ മറിച്ച് പണ്ട് കാലത്ത് ഈ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചു നേരമാണെങ്കിലും പൂജാമുറിയിൽ ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ ശീലിക്കും. പിന്നെ കൃഷ്ണന്റെ കീർത്തനങ്ങളൊക്കെയാണ് ചൊല്ലുന്നത്. ഭഗവാന്റെ ആപാദ ചൂടം വർണ്ണിക്കുമ്പോൾ ആ ഭഗവാനിലേക്ക് നമ്മുടെ ശ്രദ്ധ വരും. ഏതെങ്കിലും ഒന്നിൽ കുറച്ച് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ആ കോൺസെൻട്രേഷൻ നമ്മളിൽ വളരെ കൂടും. ഇന്ന് നമ്മൾ നോക്കിയാൽ സ്കൂളുകളിലെ കുട്ടികളോട് അവരഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും കോൺസെൻട്രേഷൻ ഇല്ല. അപ്പം നമ്മളുടെ ഈ പ്രാർത്ഥനകളൊക്കെ ഇതിന് സഹായിക്കുന്ന ഘടകങ്ങളായിരുന്നു. വളരെയധികം പോസിറ്റീവ് ഊർജം, നമ്മൾ നാമമൊക്കെ ജപിക്കുമ്പോൾ വളരെ പോസിറ്റീവ് ഊർജം നമ്മളിൽ നിറയ്ക്കുമായിരുന്നു. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരിടത്ത് അടങ്ങിയിരിക്കാനുള്ളൊരു ശീലം ഇന്ന് പല കുട്ടികൾക്കും ഇല്ല. അതുപോലെ തന്നെ എന്തിനെങ്കിലും ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഇതെല്ലാം ചെറുപ്പകാലം തൊട്ട് പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് സ്കൂളിൽ ഒരു മിനിറ്റുള്ള പ്രെയറിൻ്റെ സമയത്ത് പോലും കുട്ടികൾക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റുന്നില്ല. അവർ റെസ്റ്റ്ലെസ് ആണ്. ആ സമയം മൊബൈലിൽ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. മൊബൈൽ പോക്കറ്റിലുണ്ടോ, ടീച്ചേഴ്സ് കാണുന്നില്ല എങ്കിൽ വേറെ ആരോടെങ്കിലും സംസാരിക്കും, അല്ലെങ്കിൽ നടക്കും. ഇതൊക്കെയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. നമ്മളുടെ ആചാരത്തിനെല്ലാം ഒരു ശാസ്ത്രീയമായ വശമുണ്ടെന്നും അത് മനസ്സിലാക്കി ഈ കുട്ടികൾ ചെയ്താൽ അവർ ഈ അഭിമുഖീകരിക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പക്ഷെ അത് അവർ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. അത് നമ്മൾക്ക് ഒരു പങ്കുണ്ട്. നമ്മളും അവർക്കത് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ ഒരു കുഞ്ഞ് പുറത്തേക്ക് പോയാൽ അത് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ഒരമ്മമാരുടെ ശ്രദ്ധ ഉണ്ടായിരുന്നു. അമ്മമാരുടെ ശ്രദ്ധ ഇന്ന് ഒരുപാട് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം കുഞ്ഞുങ്ങളിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാൽ അവർക്ക് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കാൻ അമ്മമാർക്ക് സമയമില്ല. മോളെ പാല് അല്ലെ ചായ ഇന്നടുത്തിരിക്കുന്നത് പോയി എടുത്തോ എന്ന് പറയുന്നൊരവസ്ഥ. പണ്ട് കാലത്ത് ഇപ്പം എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ ഞാൻ പോകുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അമ്മ എന്നെ നോക്കി നിൽക്കുക. തിരിച്ചുമായിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പം അമ്മ എന്നെ നോക്കി നിൽക്കും. എൻ്റെ പറയുമ്പോൾ എൻ്റെ കയ്യിലൊരു അതാണ്, അത്ര വൈകാരികമാണ് ആ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വിശ്വാസം എന്താണ്, എൻ്റെ അമ്മ ഞാൻ പോയപ്പം പോലും തിരിച്ചു വരുന്ന വരെ എൻ്റെ അമ്മ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ളൊരു വിശ്വാസം നമ്മളിലുണ്ട്. ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ വലിയൊരു പ്രശ്നം ഇന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മമാരിന്ന് കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടാൽ അവരുടെ വിചാരം സ്കൂളെല്ലാം നൽകുന്നതാണ്. പക്ഷേ ഞാൻ സാധാരണ പറയാറുണ്ട്, കൾച്ചറിലൂടെ ഡിസിപ്ലിൻ ഉണ്ടാവും, പക്ഷെ ഡിസിപ്ലിനൂടെ കൾച്ചർ ഉണ്ടാവില്ല. സ്കൂളുകളിൽ കൊടുക്കുന്ന ഡിസിപ്ലിനാണ് പ്രാർത്ഥനയാകുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, അത് കഴിയുമ്പോൾ ഇരിക്കുക. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല. പക്ഷെ സംസ്കാരം എന്നാൽ കുഞ്ഞിലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുക എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അത് ഉള്ളിൽ നിന്ന് വരണം. അപ്പോൾ ഉള്ളിൽ നിന്ന് ആ സംസ്കാരം ഉണ്ടെങ്കിൽ അവിടെ അച്ചടക്കം സ്വാഭാവികമായിട്ടുണ്ടാവും. അവൻ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ അവനിൽ അച്ചടക്കം ഉണ്ടാവും. പക്ഷേ ഈ കൾച്ചർ, സംസ്കാരം എന്ന് പറയുന്നത് അമ്മ കൊടുക്കേണ്ടതാണ്, അച്ഛൻ കൊടുക്കേണ്ടതാണ്. ഇത് സ്കൂളിൽ നിന്ന് കൊടുത്താൽ അത്ര ശരിയാവില്ല. കൊടുക്കാം, പക്ഷേ കുറച്ചുകൂടി ചെറുപ്പ കാലഘട്ടത്തിൽ കൊടുക്കണം. കുട്ടികളുടെ വളർച്ചയിൽ അമ്മ എന്ന് പറയുന്ന അവിഭാജ്യ ഘടകമാണ്. അതും കൂടെ ഉണ്ടെങ്കിലേ ഈ ഒരു സംസ്കരിക്കപ്പെടുന്ന പൂർണ്ണമാകത്തുള്ളൂ. പക്ഷെ അമ്മമാർ ഇരിക്കുന്ന സ്കൂളിലേക്ക് വിട്ടാൽ അവിടെ നിന്നെല്ലാം കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മമാർ മൊബൈലിൻ്റെ ലോകത്തിലേക്കായി. ഇന്ന് പല പ്രിൻസിപ്പൽമാർ പറയുന്നുണ്ട്, PTA മീറ്റിംഗ് വിളിച്ചാൽ അമ്മമാർക്ക് വരാൻ സമയമില്ല. അങ്ങനെ അമ്മമാരും ഇന്ന് ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു തലമുറയുടെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഞങ്ങൾ അതിന് ഇപ്പം നമ്മൾ ഈ വർഷം കൊടുത്തിരിക്കുന്ന ആപ്തവാക്യം എന്താണെന്ന് വെച്ചാൽ, അറിയൂ ഹരിയെ അകറ്റൂ ലഹരിയെ എന്നുള്ള ഒരു ആപ്തവാക്യം കൊണ്ടാണ് നമ്മൾ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ചെറിയൊരു മാം പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൾച്ചറിലേക്ക് ആദ്യം നമ്മൾ ഒന്ന് ഹരിയെ അറിയാൻ തുടങ്ങിയാൽ
ഹരിക്ക് ഒരുപാട് അർത്ഥങ്ങളാണല്ലോ അല്ലേ. അപ്പം നമ്മൾ ലഹരിയിൽ നിന്ന് മാറും, അങ്ങനെ ഒരു അർത്ഥവാക്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ വർഷത്തെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എന്താ പറയുക, നമ്മളെ ഈ ഉത്സവാഘോഷ പരിപാടികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്തു. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. മാം നമുക്ക് ഒരുപാട് അറിവുകൾ കൊടുത്തു, വളരെ നല്ല ഭംഗിയായിട്ട് അത് കേട്ടു, അതോടൊപ്പം തന്നെ നമ്മോട് സഹകരിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കാനും അതുപോലെ നമ്മുടെ സനാതന ധർമ്മ പാഠശാലയ്ക്കൊക്കെ വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകാനൊക്കെ മാം സാധിക്കട്ടെ എന്ന് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഈ ഭഗവത് സന്നിധിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു.